യെസ്, മത്സരം തീർന്നിരിക്കുന്നു. അർജന്റീന 3, അൾജീരിയ 0. അർജന്റീനയുടെ നിലവിലെ ലോക ചാമ്പ്യന്മാരുടെ ലോകകപ്പ് ക്യാമ്പയിന് US വേദിയാകുന്ന, അല്ലെങ്കിൽ അമേരിക്കയടക്കം വേദിയാകുന്ന 2026 ലോകകപ്പ് ക്യാമ്പയിന് അങ്ങനെ ഒരു തകർപ്പൻ ജയത്തോടുകൂടി തുടക്കമായിരിക്കുകയാണ്. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ലോക കിരീടം കാക്കാനുള്ള അവരുടെ പോരാട്ടം, ആ പ്രയാണം തുടങ്ങി വെച്ചിരിക്കുന്നത്. നായകൻ ലിയോണൽ മെസ്സി മുന്നിൽ നിന്ന് നയിച്ച മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. ആ 3 ഗോളും നേടിയത് നായകൻ ലിയോണൽ മെസ്സി തന്നെ. 17, 60, 76 മിനിറ്റുകളിലാണ് മെസ്സിയുടെ ഗോളുകൾ വന്നത്. തുടക്കത്തിൽ തന്നെ മെസ്സി ഗോൾ നേടിയതാണ്, പക്ഷേ ഗോൾ ഓഫ്ലൈനിൽ കുടുങ്ങി, സമ്മതിച്ചില്ല. പിന്നീട് അനിലെ നമുക്ക് മലപ്പുറത്തേക്കൊന്നും അവിടെയും വലിയ കളി കഴിഞ്ഞെങ്കിലും ആരും അവസാനിച്ചിട്ടില്ല. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. പറയൂ ഗൂഗിൾ. അർജന്റീനയുടെ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയമാണ് അവർ ഉണ്ടായിട്ടുള്ളത്. മെസ്സി തന്നെ 3 ഗോൾ അടിക്കുന്നു, ഹാട്രിക് അടിച്ചുകൊണ്ട് മികച്ച വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. ഉറക്കമൊഴിച്ച് കാത്തിരുന്നത്, അല്ലെങ്കിൽ ഇന്നലെ പുറത്ത് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറക്കമൊഴിച്ച് കാത്തിരുന്നതായാലും വെറുതെ ആയിട്ടില്ല. എങ്ങനെ തോന്നുന്നു കളി? വിചാരിച്ച പോലെ കളി അടിപൊളി. കാരണം അർജന്റീന ഫസ്റ്റ് കളി ഇത്രത്തോളം മികച്ചതാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അത് മെസ്സി ഭയങ്കരമായിട്ട് നല്ല കളി, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 3 ഗോൾ അടിക്കുക, ഹാട്രിക് അടിക്കാന്ന് പറഞ്ഞാൽ തന്നെ മെസ്സിന്റെ കളി പറയാനില്ലല്ലോ. അതായത് ഒത്തടക്കത്തോടെ കളിക്കാൻ പറ്റി, പാസുകളൊക്കെ കൃത്യമായിരുന്നു. അടിപൊളി കളി. കാരണം ഈ കളി കളിച്ചാൽ ഇപ്രാവശ്യം എന്തായാലും ചാമ്പ്യൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം മെസ്സിന്റെ ഫിനിഷിംഗ് കൊണ്ട് മാത്രം 6 6 ടാർജറ്റ് ഉണ്ടായിരുന്നു, അതിൽ 3 ഗോളാണ്. അത് നോക്കിയാൽ മതി. ഏത് മികച്ച ഏത് വലിയ കളിക്കാരനെക്കാളും ഈ കളി തന്നെയാണോ നിങ്ങൾ പ്രതീക്ഷ? ഈ കളി തന്നെയാണോ പ്രതീക്ഷ? എന്താ ഇതിലേറെ വലിയ നമുക്ക് കാണാനില്ല, ഇനി വരാനില്ല. ഹാട്രിക്, അതായത് 3 വേൾഡ് കപ്പ് തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് ഹാട്രിക് അച്ചാര മെസ്സി, അത് മാറൂല. PSG ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളി, അതിലെന്തായാലും വരും. മാറ്റല്ല ഞങ്ങളുടെ കളിയുടെ വിജയം. ഞങ്ങളുടെ മിഡ്ഫീൽഡും ബാക്ക് ലൈനും അതിന്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു. കാരണം ഫ്രീ ആയിട്ട് ഫോർവേഡിന് കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കാരണം ബാക്ക് ലൈൻ ഒരു രക്ഷ, കാരണം 0 ഗോളാണ്. നിങ്ങൾ അൾജീരിയന്റെ അടുത്തുള്ള കളി നല്ല കളിയുണ്ട്, അവർ നല്ല കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്ക് ലൈന് കട്ടൊക്കെ നിന്ന്. അതുപോലെ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ തുടർച്ചയായിട്ട് 2ാമത് വേൾഡ് കപ്പ് അടിക്കുന്ന രാജ്യമായി അർജന്റീന മാറും. ഇറ്റലിയും ബ്രസീലൊക്കെയാണ് മുന്നേ അടിച്ചിട്ടുള്ളത്, അതുപോലെ എത്തുമോ? ഞങ്ങളത് ഉറപ്പ് പറയുന്നില്ല. കാരണം ചാൻസസ് ഉണ്ട്. മെസ്സി അതിന്റെ ഫോമിൽ തന്നെ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾ കണ്ടില്ലേ, കൂളായിട്ട് കളിക്കുന്നത് പ്ലേയേഴ്സ് കൂളാണ്. അത് സാധാരണയിൽ അർജന്റീന കഴിഞ്ഞ പ്രീവിയസ് ഇയർ വേൾഡ് കപ്പ് ഭയങ്കര ഒരു ടെൻഷനിൽ കളി. പക്ഷെ ഫ്രീ ആയി കളിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെ കളി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മെസ്സി കളിച്ചു, അർജന്റീന 3-0 പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കളി. എന്തായാലും ഈ വേൾഡ് കപ്പും 38-കാരൻ്റെ അഴിഞ്ഞാട്ടം തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പായിട്ടുണ്ട്. എന്തായാലും മെസ്സിക്ക് ഒരു റെക്കോർഡിന് അടക്കിച്ചെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിലെ ഗോളിൽ നിന്ന് 16 ഗോള് ക്രോസയുടെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ട് മെസ്സി. അത് മിക്കവാറും ഈ വേൾഡ് കപ്പിലൂടെ തന്നെ തകർക്കും. ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വേൾഡ് കപ്പ് അർജന്റീന കളി പൂർത്തിയാക്കുന്നു. 200 കളി പറഞ്ഞ് 118 ഗോള്. വേൾഡ് കപ്പ് എന്തായാലും ഈ വേൾഡ് കപ്പ് അർജന്റീന തൂക്കുന്ന ഉറപ്പായിട്ടുണ്ട്. കോച്ച് അടിപൊളിയല്ലേ, സ്കലോണി, രക്ഷയില്ലല്ലോ. അതാണ് കോച്ച്. അതിൽ 100% ഞങ്ങൾ ആത്മവിശ്വാസം ഉണ്ട് ഈ പ്രാവശ്യം വേൾഡ് കപ്പ് അർജന്റീന നേടുന്നുള്ളു. കാരണം അമ്മാതിരി പ്ലേ ലെവലാണ്. അതുപോലെ തന്നെ നല്ല കോൺഫിഡന്റ് കളിക്കാർ കളിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്രാവശ്യം അത് അർജന്റീനയ്ക്കുള്ള എന്താണ്, അർജന്റീന കൊണ്ടുപോയിരിക്കും. ബ്രസീലിന് തൽക്കാലം ആസ്വദിച്ചുള്ള ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസി കൂടി ചേരുന്നു, പുതിയ ഭാരത്തു നിന്ന്. പറയൂ അനീഷ്, അവിടെ എന്താ കളിയുടെ ആവേശം കെട്ടടങ്ങിയോ? ഫൈനൽ ബേസിൽ മുഴങ്ങിയിരിക്കുകയാണ്. 3 ഗോളുകൾക്ക് അൾജീരിയ തകർത്ത് വിട്ടിരിക്കുകയാണ്. അതിന്റെ ആവേശത്തിലാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ. കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണ കപ്പടിക്കോ അർജന്റീന? കളി എങ്ങനെ ഉണ്ടായിരുന്നു? മെസ്സി തകർത്തോ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ലോകകപ്പിന്റെ ആവേശം അല്ലാതെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് പുതിയ പാലത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അർജന്റീന ഫാൻസ് ഈ കോഴിക്കോടിനെ ഒരു നീല കടലാക്കി തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് നടന്ന ആവേശകരമായ മത്സരത്തിൽ 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ തകർത്ത് വിട്ടിരിക്കുന്നത്. കളിയിലെ താരം മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. മെസ്സിയുടെ തകർപ്പൻ കരുത്തിലാണ് അർജന്റീന ഉജ്ജ്വലം വിജയം നേടിയിരിക്കുന്നത്. ഏതായാലും കളി കഴിഞ്ഞിട്ടും ആളുകൾ ഈ ആവേശം ഒട്ടും ചോരുന്നില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.